ആളിക്കത്തുകയാണ് തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം. തൃശൂരിലെ സ്ഥിര താമസക്കാരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും 11 വോട്ട് ചേർത്തു എന്നാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ ആരോപണം. വിലാസത്തിന് മാത്രം വീടെടുത്ത ശേഷം വോട്ടെടുപ്പിന് ശേഷം വിറ്റു. ഓരോ ബൂത്തിലും 45 വോട്ട് വരെ ക്രമക്കേടിലൂടെ കുത്തിത്തിരികി. 45 പേരുടെ തിരിച്ചറിയൽ കാർഡ് സഹിതം പരാതി നൽകിയിട്ടും കലക്ടർ നടപടിയെടുത്തില്ലെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 116 ഉള്ള വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കുടുംബവും അവരുടെ പേര് വിവരങ്ങളുള്ളത്. ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ വീട്ടു നമ്പർ 10/219/2 അതായിട്ട് അദ്ദേഹം വോട്ട് ചേർത്തിയത്. ആ വോട്ടെടുപ്പിന് ശേഷം ഈ വീട് ബോംബെ ബേസ്ഡ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയും ഇപ്പോൾ ആ വീട്ടിൽ ഇവരാരും താമസമില്ല. ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാദം തള്ളുകയാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ. വോട്ടെടുപ്പ് സമയത്ത് LDF നൽകിയ പരാതികൾ എവിടെ പോയെന്ന് അന്നത്തെ കലക്ടർ പറയണം. വിവരങ്ങൾ ഒളിച്ചു വെക്കാനാണോ കമ്മീഷൻ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തതെന്നും സുനിൽകുമാർ ചോദിച്ചു. കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യഥാസമയം പരാതി കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്നുകിൽ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ വരണാധികാരി ജില്ലാ കലക്ടർ കൃഷ്ണ തേജ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇവിടെ നടക്കുന്ന പരാതികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ കാണുന്നത്. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. അത് അദ്ദേഹം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ശരിയായിട്ടുള്ള രീതിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ ആരോപണത്തിന് പിന്നാലെ കേരളത്തിലും ഇത് വളരെ സജീവമായി കത്തുകയാണ്. നമ്മൾ ഹോട്ട് ആൻഡ് ടോക്കിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. ഇതിപ്പോൾ കൂടുതൽ തെളിവുകൾ എന്നവകാശപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റും VS സുനിൽകുമാറും എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനം വിളിച്ചറിയിച്ചത്? ബിനിൽ, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണങ്ങൾ, നിരത്തിയ തെളിവുകളെ സാധൂകരിക്കുന്ന വിധത്തിൽ ഉള്ള വിവരങ്ങൾ തന്നെയാണ് രണ്ട് മുന്നണികളുടെയും പ്രധാന നേതാക്കൾ VS സുനിൽകുമാറും ജോസഫ് ടാജറ്റും വാർത്താ സമ്മേളനം നടത്തി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യം വാർത്താ സമ്മേളനം നടത്തിയത് DCC പ്രസിഡന്റായ ടാജറ്റാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് 11 വോട്ടുകൾ സുരേഷ് ഗോപിയും കുടുംബവും മാത്രം ഇത്തരത്തിൽ അനധികൃതമായി, ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി, എന്നാൽ നിയമപരമായ കോണുകൾ തന്നെ നിന്നുകൊണ്ട് ക്രമക്കേടുകളിലൂടെ കൂട്ടിച്ചേർത്തു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കുടുംബസമേതം സുരേഷ് ഗോപിയും എത്തുകയും 11 അംഗ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഈ ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന താമസ സ്ഥലത്തിന് സമീപം ഒരു വിലാസമുണ്ടാക്കി അവിടെ വോട്ട് ചേർക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം പൂർത്തിയായതോടെ ഈ വീടും വിറ്റ് പൊടിയും തട്ടി കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകൾ, MP പോലും ഇങ്ങോട്ട് തൃശ്ശൂരിലേക്ക് ഇപ്പോൾ ഇല്ല, ഇത്തരത്തിലുള്ള ആളുകൾ മടങ്ങിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ ഒരു ഉദാഹരണമായി സുരേഷ് ഗോപിയുടെ കുടുംബത്തെ മാത്രമാണ് ടാജറ്റ് ചൂണ്ടിക്കാണിച്ച് ഇത്തരത്തിൽ ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും 45 വോട്ടുകൾ വരെ ആവറേജ് ഇത്തരത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ ടാജറ്റ് ചൂണ്ടിക്കാണിച്ചത്. അതായത് വ്യാജ മേൽവിലാസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എത്തിച്ച് വോട്ട് ചേർത്തതിന് ശേഷം തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി ഇവരെ എല്ലാവരെയും അല്ലെങ്കിൽ മാറിപ്പോവുകയോ അല്ലെങ്കിൽ വ്യാജ വിലാസത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിലാസത്തിൽ വേറൊരു സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ഇടം നേടുകയോ ചെയ്തു എന്നുള്ളതാണ് ടാജറ്റ് സൂചിപ്പിച്ചത്. അദ്ദേഹം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം പരാതിപ്പെട്ടിരുന്നെങ്കിലും ജില്ലാ കളക്ടർ യാതൊരു നടപടിയും മുഖ്യ വരണാധികാരി എന്നുള്ള നിലയിൽ സ്വീകരിച്ചില്ല, ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത്. സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ തെളിവുകൾ നിരത്തിയാണ് LDFിൻ്റെ വാർത്താ സമ്മേളനം. LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അല്പസമയങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കിയ വാർത്താ സമ്മേളനത്തിലും പറയുന്നത് തൃശ്ശൂരിലെ വിവിധ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതര ജില്ലക്കാരായിട്ടുള്ള ആളുകൾ മറ്റ് മണ്ഡലത്തിന് പുറത്ത്
പുറത്തു നിന്നുള്ള ആളുകളെ എല്ലാവരെയും ഇത്തരത്തിൽ BJP പല കേന്ദ്രങ്ങളിലായി ഇത്തരം വ്യാജ ക്രമക്കേട് നടത്തിക്കൊണ്ട് വ്യാജ രീതിയിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ഇത് വോട്ടർ പട്ടികയുടെ അവസാന ഘട്ടം പ്രസിദ്ധീകരിക്കുന്ന ഒരു സമയത്തായതുകൊണ്ട് ഈ ക്രമക്കേടുകൾ വൻതോതിൽ നടന്നതുകൊണ്ട് പരാതിപ്പെടാനുള്ളൊരു സമയമുണ്ടായില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി പോലും 6 മാസത്തിലേറെ സമയമെടുത്തുകൊണ്ട് കൃത്യമായ ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഠനം നടത്തി സുപ്രീം കോടതിയുടെ അടക്കം മേൽനോട്ടത്തിൽ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ അടക്കമുള്ള വോട്ടെടുപ്പിലെ ക്രമക്കേടുകൾ പരിശോധിക്കണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് നടത്തുന്നത്. മാത്രമല്ല LDFും CPIയും അത് സംബന്ധിച്ചുള്ള പഠനവുമായി മുന്നോട്ട് പോകുമെന്നും വരും ദിവസങ്ങളിൽ ഉറപ്പായും അവർ അങ്ങനെ അറിയിക്കുകയാണ്. ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത്. എന്തായാലും വിവാദം രാഹുൽ ഗാന്ധി ഉയർത്തി വിട്ടതിന് പിന്നാലെ തൃശ്ശൂരിലും വോട്ട് കവർച്ച, വോട്ട് ചോരി വിവാദം ആളിക്കത്തുകയാണ്.